എൻ്റെ അമ്മാവനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എടാ നിന്റെ ഫോൺ അടിക്കുന്നു. അമ്മാവൻ. ഞാൻ എടുക്കട്ടെ? അവൻ എന്താന്നാ പറഞ്ഞ? വയറുവേദന. എനിക്കൊന്നും മതി. എടാ നിനക്ക് അവനൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു. ഡോക്ടർ അടുത്ത് പോയിട്ടുണ്ടാവും. വയറുവേദന നല്ല വേദനയുണ്ട്. ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് നോക്കടാ എത്ര ചിക്സാ നിനക്കറിയാം മെനോട് വയ്ക്കൂടെ? രാജേഷ്. പെണ്ണോടാ രാജേഷ് എവിടെ? രാജേഷ് എവിടെ? നീ ശരിക്കും കണ്ടാ? എടാ ഞാൻ കണ്ടതാടാ. ഈ റോസാൻഡി ചാരുനാരാ? മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അവരൊരുമിച്ചാ പഠിച്ചത്. പക്ഷെ കോളേജ് എഴുതുന്നതിന് മുമ്പേ ആന്റിയുടെ കല്യാണം കഴിഞ്ഞു. ഒളിച്ചോട്ടം. ഓ പിന്നെ പറച്ചില് കേട്ടാത്തൊന്നും ഇവളെ നടത്തി തന്നേന്ന്. ചായ കുടിക്കേ. ഓ ഞാൻ ഉണ്ടാക്കി ഉണ്ണിയപ്പാ, ഒന്ന് കഴിച്ചു നോക്കിയേ. പക്ഷെ ചെറുതാണല്ലോ. Good. കൊള്ളാവോ? അടിപൊളി. ഇങ്ങോട്ടാടാ. നിന്റെ വയറുവേദന എങ്ങനെയുണ്ട്? അത് ഡോക്ടറെ കാണിച്ച് പോകേള്. എന്നിട്ട് അവർ നിനക്ക് മരുന്നൊന്നും തന്നില്ലേ? മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അച്ചടാ നല്ല ഡോക്ടർ. കാണിച്ചേ നോക്കട്ടെ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞ? എന്തിനാടാ? വയറ് നോക്കട്ടെ, കാണിച്ചേ. നിനക്കൊന്നും എന്നെ അത്ര വിശ്വാസം ഇല്ല. നീ കാര്യം പറ. ഞാനൊരു സർപ്രൈസ് തരായിരുന്നു. എന്നാ സർപ്രൈസ്? ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ളത്. ഏതാ അവള്? മറ്റേ പെണ്ണ്. ഏത് മറ്റേ? ആ ശനിയാഴ്ച മാത്രം ഫോൺ എടുക്കുന്ന പെണ്ണാ. അവളിപ്പോ അങ്ങനൊന്നുമല്ല. അവൾ വിളിച്ചെടുക്കൊന്നുമില്ല. എടാ ഇത് മെഡിക്കൽ ഷോപ്പിലെ പെണ്ണല്ലേ? ചേട്ടേ നീ അവളെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിളിച്ചത്. എന്നിട്ട് ഇപ്പൊ ഞാൻ അവളെ വിളിക്കാറൊന്നുമില്ല. ഇനിയിപ്പോ പറഞ്ഞെന്താ? എടാ കോപ്പേ, അവളാണെന്ന് ഞാൻ ഇവനോട് ചോദിച്ചതല്ലേ. നീ അവളെ വിളിച്ച് കുറുള്ള കേസ് ഇവനറിയില്ലല്ലോ. അപ്പൊ അവളേതാ? ഏതവള്? ഇവന്റെ കൂടെ കണ്ട പെണ്ണ്. ഒന്ന് നിർത്തണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പെണ്ണൊന്നും അല്ല ആ പെണ്ണ്. ഇത് ആ കോളേജിൽ കണ്ട കുട്ടി. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഇഷ്ടമൊന്നും അല്ല ഞങ്ങളുടെ ഇഷ്ടം. പിന്നെ എന്നാ ഇഷ്ടമാ? ഞങ്ങള് കല്യാണം കഴിക്കാൻ പോവാ. അതിനവള് സമ്മതിച്ച? അവക്ക് സമ്മതമാ. ഞങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രേമത്തില്ല. ഇനി ആര് വിചാരിച്ചാലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല. നമ്പർ ഉണ്ടോ അവളുടെ? ഇല്ല. എന്തിനാ? വിളിക്കാനാ. അവന്റെ ഉണ്ടോ? അവൻ തരാത്തതാ. നമ്പർ നോക്കണം. രാജ ഇതാ നിന്റെ അമ്മാവൻ. ഹലോ. ഒന്നുമില്ല. നാളെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഒരു ക്യാമറ ഉണ്ടാവും കയ്യില്? ക്യാമറ ഒപ്പിക്കാം. അതും കൊണ്ട് നാളെ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരൂ. എവിടെ? അതൊക്കെ നാളെ പറയാം. ഒരു ക്യാമറ ഒപ്പിച്ചു തരൂ. You are my sugar on a busy street day. Sunny, sunny, sunny day. Oh, sugar, honey, sweeter. Come on, come on.
എന്താ പറ്റിയേ? കംപ്ലീറ്റ് ആയി. ഇതിന്റെ കാറ്റ് പോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ എങ്ങനെ വീട്ടിൽ പോവാ? തള്ളറിയോ? എടുത്ത് ഫോട്ടോസ് ഒക്കെ പതിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. നല്ല ഫോട്ടോസ് ആയിരിക്കും. ആ ബർത്ത്ഡേ ഗേളിന്റെ ഡ്രസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭാര്യതാണോ? ഏ കോഴ്സ് കഴിയാൻ ഇനി ഒരു 3-4 മാസമല്ലേ ഉള്ളൂ. 4 മാസം. എന്നിട്ട് എന്താ പരിപാടി? പാസ്സാവണം, ഒരു ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്യണം, പിന്നെ ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ തുടങ്ങും. നമ്മൾ ഡിസൈൻ ചെയ്തത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ട് കാണുന്നത് ഒരു രസമല്ലേ? നടക്കും, എല്ലാം നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഇയാളുടെ പ്ലാൻ എങ്ങനെയാ? മെക്കാനിക്കൽ അല്ലേ? വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ പോവല്ലേ? മെക്കാനിക്കലൊക്കെ ഇപ്പൊ കഴിയും. എനിക്കൊരു മ്യൂസീഷ്യൻ ആണ്. പിന്നെന്തിനാ മെക്കാനിക്കൽ പഠിച്ചേ? മ്യൂസിക് പഠിക്കായിരുന്നില്ലേ? അതോ, അതിപ്പോ തനിക്ക് ഡെയിലി രാവിലെ ഫ്രൈഡ് റൈസും സൂപ്പും വേണം. പക്ഷെ തന്റെ വീട്ടിലാണെങ്കിൽ പുട്ടും കടലക്കറിയേ ഉള്ളൂ. താൻ എന്ത് ചെയ്യും? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാതെ പുട്ടും കടലക്കറിയും കഴിക്കും. അല്ലേ? ഞാനും അത്ര ചെയ്തോളൂ. പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ MBBS വിടാനായിരുന്നു താല്പര്യം. പക്ഷെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്. അവസാനം റോഷൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവരതിന് സമ്മതിച്ചത്. ആരാ റോഷൻ? റോഷൻ ഒരു സംഭവം. ഈ മ്യൂസീഷ്യനൊക്കെ ആവുമ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കില്ലേ? റൊമാൻറ്റിക് ആവണമെന്നൊന്നുമില്ല. എന്നാലല്ലേ ട്യൂണൊക്കെ വരൂ. താൻ റൊമാൻറ്റിക് ആണോ? അങ്ങനൊന്നുമല്ല. അപ്പൊ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല? അതെങ്ങനെ ഇപ്പൊ പറയാ? അപ്പൊ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല? ചെയ്തിട്ടൊക്കെ ഉണ്ട്. വരുന്നവർക്കൊക്കെ മറുപടി അപ്പൊ തന്നെ കിട്ടണം. അതെങ്ങനെ പറ്റുക? അവൻ ഏതാണ്, എന്താണ്, എങ്ങനെ അവന്റെ ക്യാരക്ടർ, ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചൊരിഷ്ടം തോന്നണ്ടേ? അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. പിന്നെ വരുന്നവന്റെ ഇഷ്ടം നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ ചുമ്മാ വട്ടം കറക്കും. ഒരു 10-20 ദിവസം പുറകെ നടക്കും. പിന്നെ വേറൊരുത്തിനെ നോക്കി പോവും. ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാരും അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കില്ല. ഇയാൾക്ക് ലവറൊന്നുമില്ല? എന്നോട് ഇതുവരെ ഒരു പെണ്ണും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ? അതെന്താണെന്നറിയാൻ ഞാൻ ഒരു ദിവസം ഒരു പെണ്ണിന്റെ അടുത്ത് ചോദിച്ചു നോക്കി. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയാ, എന്നെ കാണാൻ നല്ല സുന്ദരനാണല്ലോ, അപ്പൊ എനിക്ക് വേറെ ലവർ ഉണ്ടെന്ന് അവള് വിചാരിച്ചു. എന്തായാലും നമ്മൾ 6 കിലോമീറ്റർ നടന്നു. 6 കിലോമീറ്റേഴ്സ്. സോറി, വലിയ മ്യൂസിഷ്യൻ ആവുമ്പോ നാളെ നട്ടപ്പാതിരയ്ക്ക് 6 കിലോമീറ്റർ നടത്തിച്ചു. താങ്ക്സ്. എനിക്ക് വേണ്ടി ഈവനിങ് സ്പെൻഡ് ചെയ്തതിന്. ആക്ച്വലി റോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അത് എന്തുപറ്റി? ഇല്ല, ഞാൻ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്നാലോ? 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 59, 60.
ഒറ്റ ശാസ്ത്രം 100 നക്ഷത്രം എണ്ണിയാ നമ്മൾ വിചാരിക്കണ കാര്യം നടക്കുമെന്ന് പണ്ട് എന്നോട് അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്. അച്ചാച്ചനാട് കൊള്ളാലോ. പിന്നല്ല, എന്റെ അച്ചാച്ചനാ. പക്ഷേ ഈ നക്ഷത്രം എണ്ണുന്ന പരിപാടി അത്ര ശരിയല്ല. എന്താ? ഇതൊരു ഷോർട്ട് കട്ട് അല്ലേ? നടത്തേണ്ട കാര്യങ്ങൾ ശ്രമിച്ചു തന്നെ നടത്തണ്ടേ? അപ്പൊ എത്ര ശ്രമിച്ചാലും നടക്കൂലെന്ന് ഉറപ്പുള്ള കാര്യമാണെങ്കിലോ? അപ്പോ അച്ചാച്ചന്റെ വഴി തന്നെയാണ് ബെസ്റ്റ്. അത്ര എന്തിനാ ഇപ്പൊ ടെറസിന്റെ മുകളിലിരിക്കാൻ തോന്നിയേ? അതോ, അത് മന്ദാരം പൂത്തോന്നറിയാം. മന്ദാരോ? ഈ ദാ, ആ മന്ദാരം. ഈ മന്ദാരം പൂത്ത എങ്ങനെയാ പലയിടത്തും വലിഞ്ഞു കയറാൻ തോന്നും. അപ്പോ നാളെ കാണാം. 1